ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, എല്ലാ മക്കൾക്കും ഈ ഈസ്റ്റർ ദിനത്തിൽ ഈ ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാ ഭാവങ്ങളോടും ചേർന്ന് മക്കളെ സ്വാഗതം ചെയ്യുന്നു. നല്ല ദിനമാണ്, ഉയർപ്പിൻ്റെ സന്തോഷം. നമുക്കെല്ലാവർക്കും അത് ആഘോഷിക്കാം, ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം, അല്ലേ? മരണത്തിലൂടെ നിത്യജീവിതത്തിലേക്കൊരു ഉയർപ്പ് നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് ഈ ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ കുടുംബത്തോട് ചേർന്ന് നിൽക്കാം. എല്ലാ മക്കളും ഈശോയ്ക്കൊരു നല്ല സ്തുതി, ഉദ്ധിതനായ ഈശോയ്ക്ക് ഒരു സ്തുതി ഒലിക്കെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒപ്പം ഉണർന്നു നിൽക്കുന്ന ഈ ഈസ്റ്റർ പുലർകാലത്ത് ഉണർന്നു നിൽക്കുന്ന എല്ലാ മക്കൾക്കും നമ്മുടെ ജീവിത പങ്കാളിയാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, ബന്ധുജനങ്ങളാകാം. സന്തോഷത്തോടെ അവർക്കൊരു സ്തുതി ഒലിക്കെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈസ്റ്റർ ദിനത്തിലെ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണത്. കാരണം എന്തെന്നറിയാമോ? ഇവിടെ വ്യാഴാഴ്ചകളിൽ അനേകം മക്കൾ കടന്നു വന്നിട്ട് വ്യാഴാഴ്ച സാക്ഷ്യ സമയത്ത് അനേകം മക്കൾ പറയുന്നൊരു നല്ല സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ എന്ന് ഈ നൊവേന പുലർകാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് ചൊല്ലാൻ തുടങ്ങിയോ, ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലാൻ തുടങ്ങിയോ, ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ബന്ധുജനങ്ങൾക്ക് എളിമയോടൊരു സ്തുതി ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുടുംബം വല്ലാണ്ടങ്ങ് മാറി. ആ പഴയ അസ്വസ്ഥതയെല്ലാം വിട്ടുപോയി, ആ ശാപമെല്ലാം വിട്ടുപോയി, ആ രോഗങ്ങളെല്ലാം മാറിപ്പോയി. ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും സാധിക്കുന്നുണ്ട്. അതാണ് ആ സ്തുതിയുടെ മഹത്വം. അതുകൊണ്ട് ഈ പുലർകാലത്ത് POFN ധ്യാനകേന്ദ്രത്തോടൊപ്പം ഉണർന്നു നിൽക്കുന്ന എല്ലാ മക്കളും നമുക്ക് സങ്കീർത്തനോട് ചേർന്ന് നന്ദി പറഞ്ഞാലോ. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു, കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. ഈശോ എല്ലാം ദാനമാണ്, എല്ലാം നീ തന്നതാണ്. ശാന്തമായ ഒരു സായങ്കാലം നീ തന്നതാണ്. ഏറെ പ്രത്യാശയും അനുഗ്രഹപൂർണ്ണമായ ഒരു രാത്രികാലം തന്നത് നീയാണ്. പ്രസരിപ്പോടെ പുലർകാലത്ത് എഴുന്നേൽക്കാനുള്ള കൃപ തന്നത് നീയാണ്. ആയിരം 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 നന്ദി. ഞാനും എൻ്റെ കുടുംബവും നിനക്ക് അർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഉത്ഥാനത്തെക്കുറിച്ചുള്ളൊരു ചിന്തയിൽ ഒരു ഇംഗ്ലീഷ് കവിതയാണ് ഞാൻ ഓർക്കുന്നത്. ഷേക്സ്പിയർ ഈസ് ഡസ്റ്റ്, Socrates and Shelley keeps an Italian sleeve, but O Christian, may you not meet that traveler in spite of death from Nazareth. ഷേക്സ്പിയർ മരിച്ചു, വെറും പൊടിയായി മാറി. സോക്രട്ടീസും ഷെല്ലിയും ഇറ്റലിയുടെ തണുത്തുറഞ്ഞ ശ്മശാനങ്ങളിൽ എവിടെയോ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ, അല്ലയോ ക്രിസ്ത്യാനി, നീ കണ്ടുപോ മരണത്തിൻ്റെ കരാളഹസ്തങ്ങളെ ഭേദിച്ചുകൊണ്ട്, 6 അടി മണ്ണിൻ്റെ രൗദ്ര ഭാവങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇന്നും നിന്നോടൊപ്പം എന്നോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പഥികനായ സഞ്ചാരിയായ ആ ഇസ്രയേലിനെ, ആ നസ്രായനെ നീ കണ്ടുവെന്ന ചോദ്യം, അല്ലേ? മരണത്തിൻ്റെ കരാളഹസ്തങ്ങളെ എല്ലാം ഭേദിച്ച് വന്നിരിക്കുക. 6 അടി മണ്ണിൻ്റെ രൗദ്ര ഭാവങ്ങളൊന്നും തനിക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുക. നീ ഈ കാഴ്ച കണ്ടോ? വലിയ വലിയ ആൾക്കാരായ സോക്രട്ടീസ്, ഷെല്ലി, ഷേക്സ്പിയറൊക്കെ മണ്ണായിപ്പോയി. ഇതാണ് ക്രിസ്ത്യാനികളായ നമ്മുടെ ഏറ്റവും ഇന്നത്തെ പുണ്യം എന്ന് പറയുന്നത്. ഉയർപ്പതാണ്, അല്ലേ? അവൻ ഉത്ഥാനം ചെയ്തിരിക്കുകയാണ്. അവനെ കണ്ടുവോ? അതാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക. ഏതാണ്? അവനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക, അല്ലേ? മറിയം എന്ന് ചോദിച്ചുകൊണ്ട് ശവകുടീരത്തിൽ നിന്ന മറിയത്തിന് ഏറ്റവും വലിയ പുണ്യക്കാഴ്ച നൽകിയ ഈശോ ഇന്ന് നമുക്കും അത് തന്നെ തരുന്നത്. ഉദ്ധിതനായ ഈശോ, ദ ബിയാറ്റിഫിക് വിഷൻ. നന്ദി പറഞ്ഞേ ഈ ഈസ്റ്റർ സൺഡേ ഓർത്ത്, ഈ ഉയർപ്പ് ദിനത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നമുക്ക് ചേർന്ന് നിൽക്കാം. കെട്ടപ്പെട്ട ഈശോയുടെ വാഗ്ദാനമാണ്. നമ്മൾ ആരൊക്കെ പുലർകാലത്ത് എഴുന്നേറ്റ് കെട്ടപ്പെട്ട ഈശോയുടെ നൊവേന ചൊല്ലുന്നോ അവിടെ കെട്ടുകൾ ഞാൻ അഴിക്കും. നമുക്ക് 3 നിയമം വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മുട്ടുകുത്തി നിൽക്കാം, മുൾക്കിരീടമൊക്കെ എടുത്ത് അണിയാം, മണ്ണോ കല്ലോ കരുതിയിട്ടുള്ളവർ അതിലൊന്ന് മുട്ടുകുത്താം. കാരണം കർത്താവിൻ്റെ സഹനത്തോട് നമ്മൾ ചേരുന്നതിൻ്റെ ഒരു അടയാളമാണത്. നമുക്ക് ആരംഭിക്കാം. 1ാമത്തെ നിയോഗത്തിനായിട്ട് മുട്ടുകുത്താം, കൈകൾ വിരിച്ചു പിടിക്കാം. ആദ്യത്തെ നിയോഗം ഇതാണ്. ഇന്നും ഈ ഈസ്റ്റർ ദിനത്തിൽ പോലും, അല്ലെങ്കിൽ ഈ ഉയർപ്പ് ദിനത്തിൽ പോലും നമുക്കറിയാമല്ലോ, ധാരാളം മക്കൾ സഹനത്തിലാണിപ്പോഴും. യുദ്ധങ്ങളാകാം, ദാരിദ്ര്യവും പട്ടിണിയാകാം, ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകളാകാം, രോഗമാകാം, അല്ലേ? അപകടങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ ഒക്കെ ആകാം. അങ്ങനെ എത്രയോ മക്കൾക്കാണ് ഇന്നും ദുഃഖവെള്ളിയാണ്. നമുക്ക് അവരെല്ലാവരും എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കൈകൾ വിരിച്ചു പിടിച്ച് ചൊല്ലുക.
ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കൂപ്പി ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്ക് നോക്കി ആ മുഖമെടുത്ത് നിൻ്റെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് നമുക്ക് രണ്ടാമത്തെ നിയോഗം, ആഗോള കത്തോലിക്ക സഭ, മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ, ഏറെ പ്രത്യാശയുടെ നിന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങൾ അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് സഭയെ ആകമാനം സമർപ്പിക്കാം. കൈകൾ നീട്ടിപ്പിടിച്ച് ചൊല്ലുക. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കൂപ്പി ഒരിക്കൽ കൂടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് മൂന്നാമത്തെ നിയോഗം, അത് നമ്മുടെ ഊഴമാണ്. ഇന്ന് പുലർകാലത്ത് എഴുന്നേറ്റപ്പോൾ ഒരു ഉയർപ്പ് ദിനമാണെങ്കിൽ പോലും നമുക്കൊത്തിരിയേറെ കെട്ടുകളും തടസ്സങ്ങളും ബന്ധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? സാമ്പത്തികമാകാം, രോഗമാകാം, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളതാകാം, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ളതാകാം, ഒരു വീടിനെക്കുറിച്ചുള്ളതാകാം, ഒരു സ്ഥലത്തെക്കുറിച്ചുള്ളതാകാം. അങ്ങനെ 100 കെട്ടുകൾ നമുക്കുണ്ട്. ആ കെട്ടുകൾ എന്തോ ആയിക്കോട്ടെ, ഈ നല്ല ദിനത്തിൽ അതെടുത്ത് നിൻ്റെ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുത്ത് ഇപ്പോഴിവിടെ ഒരു അത്ഭുതം നടക്കും. ഒരു രോഗസൗഖ്യം ഇപ്പം നടക്കും. ഒരു കെട്ടഴിഞ്ഞു പോവും, ഒരു ശാപം വിട്ടുപോകും. വിശ്വസിക്കുക, നീട്ടിപ്പിടിക്കുക, ഏറ്റുചൊല്ല്. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കൂപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഒരു കെട്ടഴിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു മാരകരോഗം നിന്നെ വിട്ടുപോകുന്നു. നിൻ്റെ ഒരു ശാപം വിട്ടുപോകുന്നു. നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഒരു മദ്യപാനത്തിൽ തഴക്കദോഷത്തിൽ നീ രക്ഷപ്പെടുന്നു. കർത്താവിൻ്റെ വേല ചെയ്യാൻ ഒരു ഉൾവിളി നിനക്ക് കിട്ടുന്നു. നന്ദി പറയുക. ഒപ്പം ഈശോയോട് പറയണം, ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർവയൽ POFN ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും. അവിടെ നടക്കുന്ന ശുശ്രൂഷ മധ്യേ ഞങ്ങൾക്ക് നാളിതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും, എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണി അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും. അത് നിനക്കതിന് സാധിക്കും. നിൻ്റെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട്, നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട്, നിൻ്റെ ഒരു പ്രതിസന്ധി മാറിയിട്ടുണ്ട്, ഒരു ശാപം വിട്ടിട്ടുണ്ട്. നിനക്ക് കടന്നു വരാൻ സാധിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്കറിയാമല്ലോ, രാവിലെ 9:30 ശുശ്രൂഷയുടെ ഒരുക്ക ശുശ്രൂഷ ആരംഭിക്കും. വചനം, ഗാന ശുശ്രൂഷ, ദിവ്യബലി, കുംഭസാരം, കൗൺസിലിംഗ്, സ്നേഹവിരുന്ന്, അപൂർവമായി കൈയിട്ടിച്ചുള്ള നൊവേന, നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന, അഭിഷേകം. ഈ ആഴ്ച നിനക്ക് വരാൻ സാധിക്കും. ഈശോയോട് പറ, ഞങ്ങൾ കടന്നു വരും, കുടുംബത്തോടൊപ്പം വരും, വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. നിങ്ങളെല്ലാം കെട്ടുവഴിഞ്ഞു പോവും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് കൗൺസിലിംഗ് ഉണ്ട്. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന പരിഭവം വേണ്ട. നിങ്ങളെ പ്രശ്നങ്ങൾ കേട്ട് ഈശോയിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു തരുന്ന കൗൺസിലിംഗ് എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളുണ്ട്. എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചേർന്ന് നിന്നേ ഒരു അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇത് പുതിയ ജീവിതത്തിൻ്റെ ഉയർപ്പിൻ്റെ ദിനമാണല്ലോ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെ, നിൻ്റെ കുടുംബത്തെയും, നിൻ്റെ തൊഴിലിടങ്ങളെയും, മക്കളെയും, നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.